ഏതിനും എന്തിനും വിമർശിക്കുന്ന മലയാളികൾക്ക് ചുട്ട മറുപടി നൽകി നവ്യ നായർ. ഉപയോഗിച്ച സാരികൾ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വിറ്റതിനാണ് നടി നവ്യ നായരെ നിരവധി പേർ വിമർശിച്ചത്. തൻ്റെ സാരികൾ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച പത്തനാപുരം ഗാന്ധി ഭവനിലെ കുടുംബാംഗങ്ങൾക്ക് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചാണ് വിമർശകർക്ക് ചുട്ട മറുപടി നൽകിയത്. പ്രിലവട്ട് നവ്യ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് തൻ്റെ വിലപിടിപ്പുള്ള സാരികൾ കുറഞ്ഞ വിൽപ്പനയ്ക്ക് നവ്യ വിറ്റതും വിൽക്കുന്നതും. സാരികൾ വിറ്റ് ലഭിച്ച മുഴുവൻ തുകയും ഗാന്ധി ഭവനിലെ 1000-ലധികം അന്തേവാസികൾക്ക് സഹായമായി നൽകി. കുടുംബത്തോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളുമായാണ് നവ്യ നായർ ഗാന്ധി ഭവനിലെത്തിയത്. ഗാന്ധി ഭവൻ സ്പെഷ്യൽ സ്കൂളിന് 1,00,000 രൂപ നവ്യ നായർ നൽകി. സ്നേഹത്തിൻ്റെ, നന്മയുടെ, ചേർത്ത് പിടിക്കലിൻ്റെ, കരുണയുടെ, സാന്ത്വനത്തിൻ്റെ ഉയർപ്പുകളാകട്ടെ ലോകമെങ്ങും എന്ന അടിക്കുറിപ്പോടെ ഗാന്ധി ഭവൻ സന്ദർശിച്ചതിൻ്റെ വീഡിയോയും നവ്യ നായർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. സാരി വിറ്റതിന് വിമർശിച്ചവരോട് പരാതിയില്ലെന്ന് പറഞ്ഞു നവ്യ നായർ. സാരി വിൽപ്പന പണത്തോടുള്ള ആർത്തി കൊണ്ടാണെന്ന് വരെയുള്ള വിമർശനമാണ് നവ്യ നായർ ഏറ്റുവാങ്ങിയത്. നവ്യ ഗാന്ധി ഭവനിലെ സന്ദർശനത്തിൽ പറഞ്ഞത്, പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ അച്ഛനമ്മമാർ ഇവിടെ എത്തപ്പെട്ടിട്ടുണ്ടാവുക. പൂർണ്ണമായി ആരെയും കുറ്റം പറയാൻ സാധിക്കില്ല. എല്ലാ തെറ്റിനും ശരിക്കും അപ്പുറം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തവയുമുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും കുറ്റപ്പെടുത്തിയില്ലെങ്കിലും അഭിനന്ദിക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റുമല്ലോ. സാരിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം ചിന്തിച്ചത് ജനങ്ങളുടെ അഭിപ്രായമാണ്. ഇവിടെ കൊണ്ടുവന്ന എല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ജനങ്ങൾ സമ്മാനിച്ചതാണ്. ഇനിയും അതിൽ നിന്ന് എന്ത് കിട്ടിയാലും ഇവിടെ കൊണ്ടുവരും. ഒരിക്കൽ ധരിച്ചതോ അല്ലെങ്കിൽ വാങ്ങിയിട്ടും ഉടുക്കാതെ പോയതോ ആയ സാരികളാണ് നവ്യ വിൽപ്പനയ്ക്ക് വെച്ചത്. ചിലതിനൊപ്പം ബ്ലൗസുമുണ്ട്. ഇതിൻ്റെ വിലയും അടിക്കുറിപ്പായി നൽകിയിട്ടുണ്ട്. ലിനൻ സാരികൾക്ക് 2,500 രൂപയും കാഞ്ചീപുരം സാരികൾക്ക് 4,600 രൂപ വരെയും ബനാറസ് സാരികൾക്ക് 4,500 രൂപയുമാണ് തുടക്കവില. കൂടെ ഷിപ്പിംഗ് ചാർജ് നൽകണം. ഇതൊരു വലിയ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. പലരും ഇതുപോലെയുള്ള വസ്ത്രങ്ങൾ ഒന്നുകിൽ നശിപ്പിച്ച് കളയും, ഇല്ലെങ്കിൽ വച്ചിരുന്ന് പഴകി ഉപയോഗശൂന്യമാക്കി കളയും.